നമ്മളിന്നൊരു യാത്ര പോവാണ്. ഇല്ലിക്കക്കല്ല് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ ഇല്ലിക്കക്കല്ലിൻ്റെ ഫ്രണ്ട് സൈഡ് കാണാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പോകുന്നത്. ഒരുപാട് ആളുകൾ മരിച്ചു എന്ന് പറയപ്പെടുന്ന കൂടക്കല്ലിൻ്റെ മറുഭാഗം കാണാൻ, അതായത് അഡ്വഞ്ചർ ആയിട്ടുള്ള ഭാഗം കാണാനാണ് ഇന്ന് നമ്മുടെ യാത്ര നമ്മൾ പോകുന്നത്. ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലിക്കക്കല്ലിൻ്റെ ഫ്രണ്ട് കാണാൻ പോയപ്പോഴത്തേനും എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അഡ്വഞ്ചർ ആയിട്ടുള്ള നരകപ്പാലം കാണാനാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഇതേ ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡിലോട്ടുള്ള റോഡിൽ നമ്മൾ എത്തിയിട്ടാ. ഇതാണ് ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡ് വ്യൂ എന്ന് പറയുന്നത്. അവിടെ കുറച്ച് സ്നാക്കിൻ്റെ കടകളും കാര്യങ്ങളും ഒക്കെ ചെറുതായിട്ടുണ്ട് കേട്ടോ. ഇവിടെ വരെയാണ് നമുക്ക് വണ്ടി വരത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ബാക്ക് സൈഡിലുള്ള ഈ റോഡ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാട്ടുവഴിയാണ്. അപ്പോൾ ആ കാട് കയറി മഴക്കാലത്ത് വന്നാൽ ഭയങ്കര തെന്നലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതുപോലെ വേനൽക്കാലത്താണെങ്കിൽ ഭയങ്കര പൊടി നിറഞ്ഞ സമയമായിരിക്കും. അപ്പോൾ എങ്ങനെ നമ്മൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുല്ലിൻ്റെ ഇടയ്ക്കൂടെയുള്ള യാത്ര ഭയങ്കര ദുർഘടമാണ്. വേനൽക്കാലത്ത് വന്നാൽ ഈ പറഞ്ഞതുപോലെ കാലൊന്നും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തെന്നി താഴേക്ക് പോവും. അപ്പോൾ ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ഇവിടെ. സ്വന്തം റിസ്കിലാണ് ഇവിടെ എല്ലാവരും വരാവുള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ കുറച്ച് അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. ചെറുതായ കയറ്റമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 4000 അടി മുകളിലാണ് ഇല്ലിക്കക്കല്ല് സ്ഥിതി ചെയ്യുന്നതെന്ന് എല്ലാവർക്കും തന്നെ അറിയാലോ. അപ്പോൾ അത്രയും ഹൈറ്റിലുള്ള അത്രയും അഗാധമായ എന്ന് വേണേൽ പറയാം. പോയാൽ പിന്നെ മരിച്ച് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും അഡ്വഞ്ചർ ആയിട്ടുള്ള ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡിലൂടെയാണ് നമ്മുടെ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞത്. കുറേ നമ്മളിങ്ങനെ കയറി വന്ന് മൗണ്ടൈൻ്റെ കുറച്ച് മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയറാനായിട്ട് ഭയങ്കര ദുഷ്കരമാണ്. ഞാൻ ഈ കാണിക്കുന്ന ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ. ശരിക്കും അതിൻ്റെ മണ്ടയിലേക്ക് വലിഞ്ഞു കയറുക എന്ന് പറയുന്നത് ഭയങ്കര അഡ്വഞ്ചറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനു മുമ്പ് കയറി പോയ ആളുകൾ ആരോ എന്തോ അവിടെ ഒരു മനുഷ്യന് പിടിച്ച് കയറിയാൽ പിന്നെ പിടിക്കാൻ കമ്പി കിട്ടില്ല. അത്രയും നീളത്തിൽ അത്രയും ദൂരത്തിലായിട്ട് കമ്പികൾ തറച്ചു വെച്ചിട്ടുണ്ട് ഈ പാറ വഴി. പക്ഷെ ആ കമ്പിയെ പിടിച്ച് നമ്മൾ കയറി പോകുമ്പോൾ കാല് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ 3000 അടി താഴേക്ക് പതിച്ചു പോകത്തേ ഉള്ളൂ കേട്ടോ. അപ്പം അത്രയും റിസ്ക് എടുത്ത് അത്രയും അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ മാത്രമേ ഈ ഒരു സാഹസികതയ്ക്ക് മുതിരാവുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് സ്ത്രീകൾ. പിന്നെ കുട്ടികളെയും കൊണ്ട് ഒരു കാരണവശാലും ഈ ഒരു അഡ്വഞ്ചർ സോണിലേക്ക് നിങ്ങൾ ആരും വരാതിരിക്കുക. അങ്ങനെ നമ്മൾ ആ ഒരു മൗണ്ടൈൻ കീഴടക്കി കഴിഞ്ഞാൽ മൗണ്ടൈൻ്റെ മുകൾ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാലുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡിൻ്റെ ഏറ്റവും ടോപ്പിൽ, അതായത് 3000-4000 അടി മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ കുറച്ച് ഈ കാണുന്ന പ്രതലത്തിന് ഇരുവശം എന്നല്ല 2 സൈഡും ശരിക്കും അഗാധമായ കൊക്കയാണ്. ഇതാണ് ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന ടോപ്പിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇല്ലിക്കക്കല്ലിൻ്റെ ആ കൂടക്കല്ലിൻ്റെ മുകൾ ഭാഗമാണ് ആ കാണുന്നത് കേട്ടോ. ഭയങ്കര വ്യൂ കണ്ടോ. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഇല്ലിക്കക്കല്ലിൻ്റെ ആ ഒരു സൈഡിൽ വേലി കെട്ടിയതൊക്കെ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്നാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രയും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. പിന്നെ അങ്ങ് മണ്ടേ കണ്ടോ, ഈ മൗണ്ടൈൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു കുരിശ് സ്ഥാപിച്ചിട്ടുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡിലുള്ള ഭയങ്കര രസമാണ് കാണാൻ. വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, അത്രയും വലിയ വ്യൂ ആണ് കേട്ടോ. ഭയങ്കര മനോഹരമാണ്. പിന്നെ അതുപോലെ തന്നെ മദ്യപിച്ചിട്ട് അങ്ങനെയുള്ള ലഹരികൾ ഉപയോഗിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ഈ മൗണ്ടൈൻ കയറാൻ വേണ്ടിയിട്ട് വരരുത്. കാരണം ഭയങ്കര അഡ്വഞ്ചറാണ്. നമ്മളൊന്ന് സ്ലിപ്പായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടത്തില്ല. ആരാലും രക്ഷിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും മദ്യപിച്ചിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നും ഒരിക്കലും ഇങ്ങോട്ട് വരാതിരിക്കുക. പിന്നെ
കല്ലിൻ്റെ ബാക്ക് സൈഡിലുള്ള കുരിശ് കാണാൻ പോകുന്ന വഴിയിലേക്കുള്ള വഴിയാണിത്. ഇത് രണ്ടും രണ്ട് ഹിൽസിലായിട്ടാണ് ഇത് കാണുന്നത്. കയറി വരുന്നത് ഒരു ടോപ്പ്, അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ മറു സൈഡിൽ ഒരു നമുക്ക് ഈ പറഞ്ഞതുപോലെ പാറക്കെട്ടുകൾക്കിടയിലൂടെ നടന്നു പോകാൻ ഒരു ചെറിയ വഴിയുണ്ട്, കാൽനട വഴിയാണ്. ആ വഴി നമ്മൾ കയറി ചെല്ലുന്നത്, അതായത് ഏറ്റവും ടോപ്പിൽ, ഈ കൂടക്കല്ലിൻ്റെ ടോപ്പിലായിട്ടാണ് ഈ ഒരു കുരിശ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഭയങ്കര വ്യൂ ആണ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മളെയും ഈ കുരിശിനോടൊപ്പം ഓർമ്മിപ്പിക്കണം, അല്ലെ ഓർക്കണം എന്നുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. ആ കല്ലേലൊക്കെ ഓരോരുത്തരുടെ ആലേഖനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മലയാളി എവിടെ പോയിട്ടുണ്ടെങ്കിലും ആലേഖനങ്ങൾ ഉണ്ടാവില്ല, ഭിത്തിയിൽ, കല്ലേൽ. ഇനിയിപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ എഴുതി വെക്കുന്ന ഒരു ശീലം നമുക്കുള്ളതുകൊണ്ട് അങ്ങനെയുണ്ട്. ഇതൊക്കെ അഗാധമായ കൊക്കയാണ്. അതായത് ആ ഒരു കുരിശ് സ്ഥാപിക്കപ്പെട്ടതിൻ്റെ രണ്ട് സൈഡിലുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതിൻ്റെ മണ്ടയിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു എന്താ പറയുന്ന ഒരു പർവ്വതമൊക്കെ കീഴടക്കിയോ അത്രയും ഒരു ഫീലിംഗ് ആണ്. കാരണം നമ്മൾ അത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു കൂടക്കല്ലിൻ്റെ മറുഭാഗത്ത്, അതായത് ഇത്രയും ഉയരത്തിൽ നമ്മൾ ചെന്ന് നിൽക്കുന്നത് കേട്ടോ. ഞാൻ അത്രയും കഥയ്ക്കുന്നത്, അത്രയും നടന്ന് നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് എഫേർട്ട് എടുത്ത് കയറി ആ മല കയറുമ്പോൾ തന്നെ നമ്മൾ കഥയ്ക്കാൻ തുടങ്ങും. അത്രയ്ക്ക് അഡ്വഞ്ചറാണ് കേട്ടോ. ഇപ്പം ഞാൻ നിൽക്കുന്ന പാറയിൽ നിന്ന് താഴോട്ടുള്ളൊരു കൊക്കയാണ്. ആ കൊക്കയുടെ തൊട്ട് താഴെയായിട്ടാണ് ഈ പറയുന്ന നരകപ്പാലം എന്ന് പറയുന്ന ഒരു സംഭവം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ കുരിശ് നിന്നെടുത്തുനിന്ന് താഴേക്ക് ഇറങ്ങി, അത് വന്ന വഴിക്ക് തന്നെ നമ്മൾ തിരിച്ചിറങ്ങുമ്പം ഇത് കണ്ടോ, ഒരു സൈഡിൽ കൂടെ ഒരു ചെറിയ നടപ്പ് വഴി പോലെ. ഇപ്പോൾ ആൾക്കാരൊക്കെ പോയി അങ്ങനെ വഴി ആയതാണ്. മഴക്കാലത്ത് വന്നാൽ ഈ വഴി ഒന്നും കാണാൻ നമുക്ക് പറ്റത്തില്ല, ഇതുപോലെ കുഴികളൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് കഴിവതും മഴക്കാലത്ത് പോവാതിരിക്കുക. അങ്ങനെ നമ്മൾ ഈ സൈഡും വഴി ഇറങ്ങണം. ഈ സൈഡിന് ആ നടപ്പ് വഴിയുടെ താഴേക്ക് മുഴുവൻ ചെകുത്തായ പാറക്കെട്ടുകളും ചെകുത്തായ കൊക്കകളും മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ കാലൊക്കെ സ്ലിപ്പായി, ഞാൻ ഈ പറഞ്ഞതുപോലെ ഭയങ്കര ഡേഞ്ചർ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് നരകപ്പാലം എന്ന് പറയുന്നത്. ഭൂമിയുടെ മുകളിലുള്ള നരകപ്പാലം എന്ന് തന്നെയാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ നിന്നൊക്കെ പോയാൽ പിന്നെ ഒരു രക്ഷയില്ല. വേണ്ട അതുപോലെ തന്നെ ആ നരകപ്പാലത്തിൻ്റെ ആ ഒരു വഴി മുഴുവൻ ഭയങ്കരമായ കാറ്റാണ്. രണ്ട് സൈഡിൽ നിന്നും ആ ഒരു കാല് നമുക്ക് എടുത്തു വെച്ച് കയറി പോകാനുള്ള അത്രയും വഴിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അതിനെ നരകപ്പാലം എന്ന് വിളിക്കുന്നത്. അതിൻ്റെ മുകളിൽ കാണുന്ന ആ ടോപ്പ് ഭാഗത്തിന് അപ്പുറത്തെ ഭാഗത്തേക്ക് ശരിക്കും കൂടക്കല്ലിൻ്റെ ആ ഒരു മുകൾ ഭാഗം നമ്മൾ കാണില്ലേ, ആ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. അവിടേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് യാതൊരുവിധ വഴികളും ഇപ്പം നിലവിലില്ല. അതുകൊണ്ട് ആ ടോപ്പ് മൗണ്ടൈൻ്റെ അവിടെ വരെ നമുക്ക് കയറി ചെല്ലാം നരകപ്പാലം വഴി. പിന്നീട് ആ ഒരു ടോപ്പിൽ 2 പേർക്ക് കഷ്ടിക്ക് ആ ടോപ്പിൽ നിൽക്കാനുള്ള ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. കൂടുതൽ ആളുകൾ അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു മൗണ്ടൈൻ ഇടിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകളിൽ കയറുന്ന ഭയങ്കര. നമ്മൾ നരകപ്പാലമൊക്കെ കണ്ടിട്ട് വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണ്. സമയം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു 6 മണിയോട് അടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇറങ്ങിയാലേ നമുക്ക് ഇരുട്ടിന് മുമ്പ് താഴേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മൾ നടന്നു വന്നത്രയും വഴികൾ നമ്മൾ തിരിച്ചിറങ്ങണം. ഞാൻ നന്നായിട്ട് മടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു നരകപ്പാലത്തിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വ്ളോഗും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം ഞാൻ വീണ്ടും തിരിച്ചിറങ്ങുകയാണ്. അപ്പം ടാറ്റാ ബൈ.